യെസ്, നമ്മുടെ സാധനം എന്താ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. എൻ്റെ മോനെ ഭയങ്കര എക്സൈറ്റിംഗ് നിൽക്കുകയാണ് കേട്ടോ സാധനം കാണാനായിട്ട്. AGV ആ ഒരു ബോക്സ് ഇതാ അൺബോക്സ് ചെയ്യാണ്. ഏത് കളറാണെന്നൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? ഹെൽമെറ്റ് ഏതാന്ന് കാണാം. ഓക്കെ, ഏത് ഗ്രാഫിക്സ് ആയിരിക്കും മുസമ്മിലേ? ഏതായിരിക്കും ഗായ്സ്? പുതിയതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. വണ്ടി ഇപ്പോൾ പോകുന്നത് കൊല്ലത്തേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഷോപ്പിൽ നിന്ന് തന്നെ എടുത്തത് ബിൽമോളുടെ ഹെൽമെറ്റാണ് കേട്ടോ. സംഭവം ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞു ആ റേറ്റിനുള്ള ഒരു ക്വാളിറ്റി ആ ഹെൽമെറ്റിൻ്റെ ഭാഗത്ത് ഇല്ലെന്ന്. സംഭവം AGV മാറിയതുകൊണ്ടാണ് എന്തോ എനിക്ക് അങ്ങോട്ട് ബിൽമോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഒരുപാട് സ്പീഡിലൊക്കെ പോകുമ്പോൾ തന്നെ AGV ആ ഒരു സ്പീഡ് കൺട്രോളും കാര്യങ്ങളൊന്നും ബിൽമോളേക്ക് കിട്ടുന്നില്ല കേട്ടോ. സത്യത്തിൽ ഞാനൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ബിൽമോള ഒറ്റ ദിവസം ആ വീഡിയോ കാണിച്ചില്ല, ആ ഒരു ദിവസം മാത്രമേ ഞാൻ വച്ചിട്ടുള്ളൂ. ഇപ്പം ചേട്ടൻ്റെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ കൊല്ലത്ത് പോകുന്നത്. പുതിയൊരു ഹെൽമെറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ പൊന്നും വില കൊടുത്ത് ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചെന്ന് വേണമെങ്കിൽ പറയാം. കിട്ടാത്തൊരു മുതലാണ് കേട്ടോ. ആ മുതലെല്ലാം ഞാൻ തപ്പി പിടിച്ചെടുത്ത് അതിപ്പം കൊറിയർ ഓഫീസിൽ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് കൊല്ലത്തേക്ക് പോവുകയാണ്. സമയം 5 മണിയായി. കൊറിയർ ഓഫീസ് അടയ്ക്കില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാനും നമ്മുടെ യെല്ലോ ക്രൂസറിൻ്റെ ആ ബേക്ക് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ രണ്ടും കൂടെ അപ്പോൾ പോയി നോക്കിയാണ്. അപ്പം നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് സമയമില്ലാത്ത സമയത്ത് തന്നെ ഞാൻ ഇപ്പോൾ വെപ്രാളപ്പെട്ട് കൊല്ലത്ത് പോയി സാധനം എടുക്കുന്നത് കേട്ടോ. അത്രയ്ക്കും കൊതിച്ചൊരു മുതലാണ് സംഭവം. എന്താണെന്നുള്ളതൊക്കെ സാധനം കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. കൊറിയർ ഓഫീസ് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതാണെന്നൊരു ഐഡിയ ഇല്ല. സംഭവം കൊറിയർ ഓഫീസ് നമ്മളിതുവരെയ്ക്കും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല, നമ്മൾ അങ്ങോട്ടാണ് വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഏത് കൊറിയർ ഓഫീസാണെന്ന് നെറ്റിൽ നോക്കിയിട്ട് പോലും കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഇവിടെ ഒരു പ്രൊഫഷണൽ കൊറിയർ ഉണ്ട്. അപ്പം അവിടെ കയറി തിരക്കാം ഇതെവിടെയാണ് വന്നിട്ടുള്ളതെന്ന്. ആണോ? ഇന്നെന്തായാലും സാധനം കിട്ടിയിട്ടേ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ പിന്നെ എങ്ങനെ ഉറക്കമൊഴിച്ച് ഞാൻ നിൽക്കും. എന്തായാലും കൊല്ലം മെയിൻ സ്ഥലത്ത് പോകും. കൊല്ലം ചിന്നക്കട എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുത്താണ്. അപ്പോൾ അടുത്ത കൊറിയർ ഓഫീസ്. സമയം 5:38 എനിക്ക് പേടിയാവണം ഇന്ന് കിട്ടില്ല എന്ന്. ഫാൻ ടെൻഷനിലാണ്. എനിക്കാണെങ്കിൽ വെപ്രാളം എന്ന് വെച്ചാൽ ഭയങ്കര വെപ്രാളത്തിലാണ് എല്ലാ കാര്യത്തിലും. യെസ്, ഫൈനലി നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെന്നെങ്കിലും ബോക്സ് ഉണ്ടാ നോക്കളിയാ. സാധനം ഇവിടെ ഇല്ല കേട്ടോ. പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളെ ഹെൽമെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും എല്ലാം നമ്മുടെ ചേട്ടൻ തന്നെ എന്തോ 2 ആയിരിക്കുമല്ലേ. അപ്പോൾ എല്ലാം ചേട്ടൻ ഇപ്പോൾ പൊട്ടിച്ച് നോക്കിയാണ് കേട്ടോ ഏതിലാണ് നമ്മുടെ ഐറ്റം എന്ന് അറിയാൻ വയ്യ. നോക്കാം. യെസ്, നമ്മുടെ സാധനം എന്താ കിട്ടിയിട്ടുണ്ട് ഗായ്സ്. എൻ്റെ മോനെ കിട്ടലും ബാഗിങ് കേട്ടോ. അപ്പോൾ അവിടെ ഐറ്റം എന്താ കിട്ടിയിട്ടുണ്ട്. പൊളി, താങ്ക് യു കേട്ടാ. അപ്പോൾ ഇത്രയും സാധനം പൊളിച്ച് ഇറക്കിയപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഇതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സബിലേ, ഭയങ്കര ഹാപ്പി. എങ്ങനെ ഇരിക്കണം? മേടിച്ചില്ല, സോറി. എന്ത് പറയുന്ന അറിയാൻ വയ്യ. സംഭവം ഇനി പൊട്ടിക്കണം. അപ്പോൾ ഇവിടെ വെച്ച് പൊട്ടിക്കുന്നില്ല. എന്തായാലും ഇതിപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കുക. അപ്പോൾ കൂടെ മുസമ്മിൽ കൂടെ വന്നിട്ട് മുസമ്മിൽ ഒരു ഷേക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. അയ്യോ അതെങ്ങനെ പറഞ്ഞെന്ന് അറിയാൻ വയ്യ. ഭയങ്കര ഹാപ്പി. അയ്യോ രക്ഷയില്ല. സാധനം കിട്ടി. അങ്ങനെ നമ്മൾ നേടിയെടുത്തു അത്. ഓക്കെ അച്ചോളിയാ പോവാളിയാ. അപ്പോൾ നേരെ ഷേക്ക് വാങ്ങിച്ചു തരാം നിനക്ക്. എന്തൊരു ഷേക്ക് വേണം നിനക്ക്? പറയണ സാധനം വാങ്ങിച്ചു തരും. അല്ല ഇതിൻ്റെ സ്ഥിരം ബ്രാൻഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബാറിൽ പോവാം. ചുമ്മാ ഏട്ടാ, എണ്ണ ഇല്ല ഗൈസ്. എണ്ണ അടിക്കാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കിട്ടത്തില്ലെന്ന് വിചാരിച്ചതാ ഒരു സമയം. കിട്ടി. കരുക്ക് കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. കറുക്കും ബർഗറും. പിന്നെ അല്ല മുസമ്മിന് കൂടെ വന്നതിൻ്റെ ട്രീറ്റ്, ഹെൽമെറ്റ് കിട്ടിയതിൻ്റെ ട്രീറ്റാണ്. ഓക്കെ, അപ്പം കുടിച്ചിട്ട് നേരെ ഷോപ്പിൽ പോയി അൺബോക്സ് ചെയ്യാം നമ്മളെ പെട്ടി. യെസ്, അപ്പോൾ നമ്മുടെ ബോക്സും കൊണ്ട് ആ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് അൺബോക്സിങ്. യെസ്, അപ്പോൾ നൈഫ് വെച്ചിതാ ഫുൾ കീറി എടുക്കാനേട്ടാ. എക്സൈറ്റിങ്, ഭയങ്കര എക്സൈറ്റിങ്ങിൽ ഇരിക്കാനേട്ടാ സാധനം കാണാനായിട്ട്. മുസമ്മിൽ എക്സൈറ്റിംഗ് ആണോ? അല്ല, പണ്ടാരും പൊട്ടുന്നതും ഇല്ലല്ലോ ഇത്.
ഓ യെസ്, നമ്മുടെ ബോക്സ് വൺ പാക്കിംഗ് ആണ് കേട്ടോ. ഫുൾ നോക്കിയേ, ഒന്നും ഡാമേജ് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഫുൾ ബലൂൺ കണക്കത്തെ കൊണ്ടാരം. എന്താ വേറെന്തോന്നാ, പേസ്പോർട്ട് പെട്ടികളാണ് കേട്ടോ ഇതൊക്കെ. ഒന്നും അനക്കം പോലും സംഭവിക്കാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ സാധനം ദാ ഗായ്സ് ഏതാന്ന് വെച്ചാൽ അതാ നോക്കിയോ. ബ്രാൻഡിൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാക്ഷാൽ നമ്മുടെ AGV തന്നെ അങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ AGVയുടെ ആ ഒരു ബോക്സ് ഇതാ അൺബോക്സ് ചെയ്യാണ്. ഏത് കളറാണെന്നൊക്കെ നിങ്ങൾ കാണണ്ടേ എൻ്റെ മോനെ. ഓ സത്യത്തിൽ എൻ്റെ എന്താ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ. അതാ ഒരു വൈറ്റ് ബോർഡ് ഇപ്പോഴേ കാണിക്കുന്നത്. വേറെ എന്തൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ബാക്കി നമ്മുടെ ചിന്നിൻ്റെ അവിടെ വയ്ക്കാനുള്ള പാഡ് അങ്ങനത്തെ കുറച്ച് യൂസ് ചെയ്യാൻ വേണ്ടി ബുക്കും കാര്യങ്ങളും കേട്ടോ. മുമ്പൊക്കെ നമുക്ക് ഈ സൈഡിലത്തെ മെക്കാനിക്സൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടിയായിരുന്നു. ഞാൻ K3 വാങ്ങിച്ചപ്പോൾ അതിനോട് കിട്ടുമായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല, ചുമ്മാ പേസ്പോർട്ട് പെട്ടിയും ഈ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഏതാണെന്ന് കാണാം. ഓക്കെ, ഏത് ഗ്രാഫിക്സ് ആയിരിക്കും മുസമ്മിലേ, ഏതായിരിക്കും? ഫുൾ ബ്ലാക്ക് കേട്ടോ. എൻ്റെ മോനെ പൊളിച്ച് ഫുൾ ബ്ലാക്ക് AGV K1 ബ്ലാക്ക് എടുത്തിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ സത്യത്തിൽ AGV ഒരെണ്ണം ഉപയോഗിച്ചാണ്ടല്ലോ, ഉപയോഗിച്ച് പഠിച്ചു പോയാൽ പിന്നെ വേറെ ഏത് ബ്രാൻഡിൽ പോയാലും എനിക്കങ്ങോട്ട് ഇതാവുന്നില്ല. ഞാൻ വേറെ ഒരുപാട് ബ്രാൻഡുകൾ നോക്കിയിട്ടാണ് അവസാനം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബിൽമോളൊക്കെ നോക്കിയത് കേട്ടോ. പക്ഷേ പറ്റുന്നില്ല സംഭവം. ഹെൽമെറ്റിൻ്റെ സ്പോയിലറൊക്കെ പുതിയ മോഡലാണ് കേട്ടോ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ AGV ആണ്. ഇതിൻ്റെ സ്പോയിലറിൻ്റെയൊക്കെ ലുക്ക് ഉണ്ട്. അതാ നോക്കി ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അത് സ്പോയിലറിൻ്റെയൊക്കെ ഇവിടെ ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ AGV ആണ്. ഓ സെറ്റ് ഓനെ സെറ്റ്. എന്താണ് എൻ്റെ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സാധനം ഇങ്ങനെ കൈ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഇടട്ടെ ഒന്ന്. ഓ നല്ല ഫിറ്റാണല്ലോ. ഓക്കെ, നല്ല ടൈറ്റാണ്. സെറ്റ്. ഓക്കെ, അടിപൊളി ഗായ്സ്, സെറ്റ്. അപ്പോൾ ഗായ്സ് ഇതാണ് അപ്പം ഹെൽമെറ്റ് ഇടുമ്പോൾ വളരെ ലുക്ക് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ പൊന്നും വില കൊടുത്താണ് സാധനം വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അത് സത്യമാണ്. രാവിലെ പറഞ്ഞായിരുന്നു പൊന്നും വില കൊടുത്താണ് ഈ ഹെൽമെറ്റ് സ്വന്തമാക്കിയെന്ന്. അതായത് AGV K1 ബ്ലാക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും 14,000 രൂപയാണ് കേട്ടോ. 14,000 രൂപയ്ക്കൊക്കെ അന്ന് എല്ലാവരും വാങ്ങിച്ചിട്ട് പോകുന്ന സമയമായിരുന്നു സംഭവം. ഇതിപ്പം നിർത്തിയപ്പോഴാണ് ഇതിൻ്റെ ഡിമാൻഡ് കൂടിയത്. ഇരട്ടി പൈസ കൊടുത്താണ്, ഇരട്ടിയുടെ ഇരട്ടി പൈസ കൊടുത്താണ് ഞാൻ ഇത് സ്വന്തമാക്കി കേട്ടോ. എനിക്ക് ചിലവായത് 27,000 രൂപയാണ് കേട്ടോ. 27,000 രൂപ എടുത്താണ് ഞാൻ AGV K1 ഞാനിപ്പോൾ എടുത്തത്. സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്, അത്രയ്ക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടായിപ്പോയി. എനിക്ക് എൻ്റെ ട്രാവൽ ചെയ്യാനും എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ അടിപൊളിയാക്കാൻ ഹെൽമെറ്റ് ഇല്ലാതെ പറ്റത്തില്ല. AGV ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഉപയോഗിച്ച് പോയതിൻ്റെ ആ ഒരു പ്രശ്നമാണ് ഇതൊക്കെ. സംഭവം എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആ ഒരു സ്പോയിലറിൻ്റെ ഒക്കെ പുതിയ ലുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ കിട്ടിയതിൻ്റെ ഒരു ചെറിയ ഹാപ്പിനെസ്സിലും ആണ്. സംഭവം നല്ല ടൈറ്റും ഉണ്ട് കേട്ടോ, നല്ല ഫിറ്റും ഉണ്ട്. അപ്പം കബിളൊക്കെ ഒന്ന് ഇങ്ങനെ ആയിരിക്കാനുണ്ട്. സംസാരിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല, കുറച്ച് കഴിയും എല്ലാം ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഓക്കെ, അപ്പം സാധനം എങ്ങനെ ഉണ്ട്? ഇതിൻ്റെ വൈസറും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു കളർ വൈസറൊക്കെ ആഡ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ. നമുക്കെന്തായാലും ഇനി നാളെ ഗായത്രിയെ കൊണ്ട് കാണിച്ച് അവളെ റിയാക്ഷനൊക്കെ നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ ഇതേപോലെ AGV K1 ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്സും ബ്ലാക്കും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ ഷോപ്പിനെ കോൺടാക്ട് ചെയ്താൽ സാധനം ഞാൻ പുട്ടടക്ക് എടുത്ത് തരാം കേട്ടോ. 2 ദിവസം ഓർഡർ ചെയ്തതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എക്സ്പെൻസീവ് ഹെൽമെറ്റ് ആയിട്ട് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഓർഡർ തരുന്നതനുസരിച്ച് 2 ദിവസം വെയിറ്റ് ചെയ്താൽ സാധനം എടുത്ത് തരാം. ഓക്കെ, അപ്പം ഷോപ്പിനെ കോൺടാക്ട് ചെയ്തോ. ഷോപ്പിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്ത് വയ്ക്കാം. ഓക്കെ, ഉണ്ടോ? കൊള്ളാവോ? സത്യത്തിൽ കൊള്ളാവോ? ബ്ലാക്ക് ഇഷ്ടപ്പെട്ടാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് സെറ്റല്ലേ ഗായ്സ്? അപ്പം ഞങ്ങൾക്ക് സ്റ്റിക്കർ എടുക്കുന്നു, അത് മതി. അപ്പൊ നമുക്കിനി 2 പേര് പുതിയ ഹെൽമെറ്റ് കിടത്ത് റൈഡൊക്കെ പോകണ്ടേ? സെറ്റ് ആക്കണം ഗായ്സ്. ഓക്കെ, അപ്പം നാളെ രാവിലെ എഴുതിയിട്ട് ഇതിൻ്റെ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് നാളെ രാവിലെ വീഡിയോ വേണ്ടിപ്പോക്കാം. ഓക്കെ, എത്ര കൊല്ലും കേട്ടോ. മുമ്പ് കേത്ര എടുത്തപ്പോഴെനിക്കായിരുന്നു അവളെ ബേക്കി ഇരുന്നിട്ട് എൻ്റെ ഹെൽമെറ്റ് ഇട്ട് ഇടിയോട് ഇടിയായിരുന്നു. ഞാൻ അവളെ എഴുതി ചീത്ത വിളിക്കും. അതുകൊണ്ട് അവള് കെയർ ചെയ്ത് നോക്കണം ഹെൽമെറ്റ്. നിന്റെ കൊച്ചിനെ നോക്കണമെങ്കിൽ എൻ്റെ ഹെൽമെറ്റ് പോകണം കേട്ടല്ലോ. ഇപ്പൊ താഴെട്ടാട്ട്
ഇപ്പൊ അടിപൊളിയായിട്ട് അപ്പോൾ ഈ സ്പോയിലർ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട സാധനം. പുതിയ ഡിസൈൻ എങ്ങനെയുണ്ട് ഗൈസ്? പുതിയ എയറോഡൈനാമിക് ഡിസൈനാണ്. ഓ ഇത് അകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ സംഭവം. ഓ ഓ ഓ അങ്ങനെ സെറ്റ്. ഇതിൻ്റെ അകത്ത് ഹോളുണ്ട് ഈ സംഭവം. ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം ഗൈസ്, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അച്ചുക്കുട്ടി ആണ്ട അച്ഛൻ്റെ പുതിയ ഹെൽമെറ്റ്. അച്ഛന് കളിക്കാൻ ഹെൽമെറ്റ് തൊട്ടാണല്ലോ. ചുമ്മാക്കളെ ഇഷ്ടപ്പെട്ട അച്ഛന്. അച്ഛൻ്റെ കയ്യിലെ ഇത് സ്ക്രാച്ച് ആവും കേട്ടോ. അകമല്ല ഇത് കയറിക്കൊള്ളും. അച്ഛൻ ഇട്ടെടുത്തോട്ടെ ഹെൽമെറ്റ്. വേണ്ട റോസി അല്ലേ? റോസിയാണോ ചെയ്ത? അയ്യോ കൊച്ച് എന്റെ ഹെൽമെറ്റ് എന്തരി എനിക്ക് കളിക്കാൻ വല്ല കാറാ. ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ. ഇതിപ്പം രാവിലെയാണ്. അപ്പോൾ രാവിലെ നമ്മളെ ഹെൽമെറ്റിൻ്റെ ആ തിളക്കം കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. സംഭവം നമ്മളെ ഹെൽമെറ്റിൽ ഇപ്പോൾ തിളക്കം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ കയറ്റി ഹെൽമെറ്റ് ഫുൾ PPF ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ PPF ചെയ്തിട്ടുണ്ട്. അത് നോക്കിയേ, ഒരു കുത്തും കോമയും അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഫുള്ളായിട്ട് കവർ ചെയ്ത് ഒറ്റ ഫിലിമിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് ഒടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ബ്ലാക്ക് ഹെൽമെറ്റ് ആയതുകൊണ്ട് ചെറിയൊരു അടയാളം തന്നെ നമുക്ക് ഇറച്ചറിയാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഇതിനകത്ത് നോക്കിയാൽ പക്ക ക്ലീൻ ആക്കി നമ്മൾ PPF ചെയ്തിട്ടുണ്ട്. 3 year വാറണ്ടിയുടെ PPF ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ള. സ്ക്രാച്ചും കാര്യങ്ങളും ഓരോന്നും ഇനി പേടിക്കേണ്ട. ഗായത്രിയുടെ ഹെൽമെറ്റ് കൊണ്ട് ബേക്ക് ഇടിച്ച് അങ്ങനെ അത് സ്ക്രാച്ച് ആവുന്നത് പേടിക്കേണ്ട. അങ്ങനെ ഹെൽമെറ്റ് സെറ്റാക്കി അകത്ത് ഫുള്ള് വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മോനെ ഇപ്പോൾ തറയിൽ പോയ ഹെൽമെറ്റിൻ്റെ ചങ്ക കത്തി. അപ്പോൾ ഹെൽമെറ്റ് അപ്പോൾ ഇതാണ്. ഇനി വൈസറും കൂടെ മാറണം. ഒരു സിൽവർ വൈസറാണ് ഞാൻ ഇതിനകത്ത് പ്ലാൻ ചെയ്തത് കേട്ടോ. സിൽവർ വൈസർ ഇട്ടാൽ കുറച്ചും കൂടെ ബ്ലാക്കിൽ സിൽവർ ഇട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നും. അങ്ങനെ അതും കൂടെ കയറ്റണം. എങ്ങനെയുണ്ട്? ഒരുപാട് പേര് ചോദിച്ചൊരു സംഭവമാണ് ഈ ബ്ലാക്ക് എന്തിനാണ് എടുത്തതെന്നുള്ള കേട്ടോ. AGV ഫുൾ ബ്ലാക്ക് നമ്മൾ ഒറ്റ നോട്ട് നമ്മൾ വെഗ ബോൾട്ടിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച ആ ഒരു ലുക്കൊക്കെയാണ് നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോഴേക്ക് തോന്നുന്നത്. പക്ഷെ അറിയാത്ത ഒരാൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒറിജിനലാണെന്ന്. പക്ഷേ ബ്ലാക്കിലോട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ബ്ലാക്കിനോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്. ഫുൾ റൈഡിങ് കേസ് ഫുൾ ബാക്കിയെല്ലാം ബ്ലാക്കാണ്. അപ്പം ഹെൽമെറ്റൂടെ ബ്ലാക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഹെൽമെറ്റൂടെ ബ്ലാക്ക് ആക്കാമെന്ന് വിചാരിച്ച് 70,000 രൂപയ്ക്ക് സാധനം ഉണ്ടാകുന്ന വെച്ചാൽ 27,000 രൂപയ്ക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് കൊണ്ട് നമുക്ക് LS20 കുറച്ചും കൂടെ പാഡിങ് കുറച്ചും കൂടെയൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു എയറോഡൈനാമിക് നമുക്ക് ഒരു സ്പീഡിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊന്നും എനിക്കതിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു പൈസ നോക്കാതെ AGV തന്നെ ഇറക്കിയത്. 14,000 രൂപയുടെ സാധനം 27,000 രൂപ കൊടുത്ത് ഇറക്കിയത് അതുകൊണ്ടാണ് കേട്ടോ. സംഭവം കിടിയല്ലേ? ഓക്കെ, ഇനിയുള്ള നമ്മളെ ലുക്കും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെൽമെറ്റിലൊക്കെ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഗോപ്രോയുടെ മൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രാഫിക്സ് എന്തെങ്കിലും മുകളിൽ കൊടുക്കാനുള്ള പരിപാടിയാണ്. ബോറാവാത്ത രീതിയിൽ ചെറിയൊരു ലൈനപ്പ് 2 ലൈൻ ഇങ്ങനെ റെഡിലാ അല്ലെ ഓറഞ്ചിലാ അങ്ങനെയുള്ള കൊടുക്കണം. അതൊക്കെ നമ്മുടെ വ്ലോഗിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കിടയിലെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ഗുഡ് ബൈ.